ഞായറാഴ്ചയൊക്കെ കാപ്പിത്തോട്ടത്തിൽ ജോലിക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അവൻ്റെ പരിവരുത്ത കയ്യൊക്കെ എനിക്ക് കാണിച്ചു തന്ന്, എന്നിട്ട് 10ാം ക്ലാസ്സിൽ ജയിച്ച സമയത്ത് എൻ്റെ അച്ഛൻ എനിക്ക് മലയാളത്തിൻ്റെ ഒരു ടെക്സ്റ്റ് മാത്രമേ വാങ്ങി തന്നിട്ടില്ലായിരുന്നു. എന്നിട്ടൊക്കെ പറഞ്ഞിട്ട് അവൻ പറഞ്ഞു, എന്നിട്ടും സാർ 2 വിഷയത്തിനല്ലേ ഞാൻ തോറ്റുള്ളൂ, കഴിക്കണം സാർ ഒരു ലഡു. വിറക്കുന്ന കൈയോട് കൂടിയാണ് വാസ്തവത്തിൽ ആ ലഡു ഞാൻ വാങ്ങിയത്. അവനെ ഞാൻ കൂട്ടിങ് പിടിച്ചു. കാരണം ജയിച്ച കുട്ടികൾ സ്കൂളിലേക്ക് വരിക, സന്തോഷം അറിയിക്കുക എന്നൊക്കെ പറയുന്നത് അത് എന്താ പറയാ, അതൊരു സ്വാഭാവികമായുള്ള പ്രക്രിയയാണ്. പക്ഷെ തോറ്റൊരു കുട്ടി അവന്റെ പരാജയത്തിന്റെ കൃത്യമായ കാരണം അറിഞ്ഞുകൊണ്ട് അതിലെ വിജയം മനസ്സിലാക്കിക്കൊണ്ട് സധൈര്യം സ്കൂളിലേക്ക് വരികയും സ്റ്റാഫ് റൂമിലേക്ക് വരികയും മാഷുമാരെ അഭിസംബോധന ചെയ്യുകയും ചെയ്ത ഈ കുഞ്ഞ് പറയാതെ പറഞ്ഞത് സൗന്ദര്യം എൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞത്, സാർ 8ാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് എൻ്റെ ജീവിതം എങ്ങനെയാണ്, ഞാനൊക്കെ എങ്ങനെയാണ് ജീവിച്ചത്, ഏത് കുന്നിൻ മുകളിലാണ്. ഇവന്റെ വീട്ടിലേക്ക് ഒരു പാത്രം വെള്ളം എത്തണമെങ്കിൽ താഴേന്ന് കോരി അവൻ തന്നെ കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ ഓടിയെത്തുന്നത്. എന്നെ മനസ്സിലാക്കിയില്ലല്ലോ സാർ. പോട്ടെ, 10ാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് തന്നെ എന്നെ മനസ്സിലാക്കാത്ത നിങ്ങളൊക്കെ എന്ത് അധ്യാപകനാണ് എന്ന് പറഞ്ഞത് സത്യത്തിൽ വളരെ സർഗാത്മകമായി ഒരു ലഡുവിലൂടെ പറയാനാണ് ജോഫിൻ ശ്രമിച്ചത്. 10 കുട്ടികളുടെ പേര് എന്നോട് മറന്നുപോയി, 10 കുട്ടികളുടെ ഫോൺ നമ്പർ മറന്നുപോയി. പക്ഷെ ജോഫിന്റെ പേര് ഞാൻ ഓർമ്മിക്കുന്നു, ജോഫിന്റെ ഫോൺ നമ്പർ ഞാൻ ഓർമ്മിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇത്തരത്തിൽ തെളിച്ചത്തിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് അനുഭവങ്ങൾ ഒരു പക്ഷേ വിദ്യാർത്ഥികളിൽ നിന്നും ചില സമയത്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗംഭീരമായൊരു ദൗത്യമാണ് വാസ്തവത്തിൽ നിർവഹിക്കാനുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം കേരളം ഇന്ന് എത്തി നിൽക്കുന്ന കുറേ അസ്വസ്ഥതകളുണ്ട്. ഈ അസ്വസ്ഥതകൾക്ക് കൗണ്ടർ ഐഡിയോളജി ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ മാത്രമേ നടക്കൂ. കാരണം പൊതുരംഗത്ത് പ്രസംഗങ്ങളൊന്നുമില്ല. ബഹുജന വിദ്യാഭ്യാസങ്ങൾ, വൈകാരിക വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം തെരുവിലൊന്നുമില്ല. തെരുവിൽ വേറെ എന്തെല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്ലാസ് റൂമിൽ നമ്മുടെ ആദിവ്യാധികളും അസ്വസ്ഥകളും ഇനി വരാൻ പോകുന്ന സമൂഹത്തെ സൃഷ്ടിക്കേണ്ട അധ്യാപകർ തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങളെങ്കിലും ബോധ്യപ്പെടണം എന്നതാണ്. അൽത്തൂസർ എന്ന് പറഞ്ഞ വലിയ ചിന്ത അദ്ദേഹം പറഞ്ഞ കൗണ്ടർ ഐഡിയോളജി ഉൽപ്പാദിപ്പിക്കണം എന്നാണ്. പൊതുമണ്ഡലത്തിൽ പൊതുപരിസരത്തിലെ ഒരുപാട് ആശയങ്ങൾ വരും, ജീവിതവിരുദ്ധമായ ആശയങ്ങൾ വരും. ഇതിനെ എതിർക്കുന്നതാണ് കൗണ്ടർ ഐഡിയോളജി എന്ന് പറയുന്നത്. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഐ എം എ കോംപ്ലാൻ ബോയ് എന്ന് പരസ്യക്കാർ പറയുമ്പോൾ ഐ എം എ കോംപ്ലാൻ ബോയ്, കോംപ്ലാൻ വാങ്ങിത്തരണമെന്ന് രക്ഷാക്കളവ് പറയുന്ന കുട്ടികളാണ് 98%. പക്ഷെ ഐ എം എ കോംപ്ലാൻ ബോയ് എന്ന് പറയുന്ന സമയത്ത് ഐ എം എ കഞ്ഞി വെള്ളച്ചക്കൻ എന്ന് തിരിച്ച്, ഇത് കള്ളത്തരാണ്, ഇത് അസ്വസ്ഥയാണ് മനസ്സിലാക്കിയിട്ട് ഐ എം എ കഞ്ഞി വെള്ളച്ചക്കൻ എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നില്ല. ബോധ നവീകരണം ഉണ്ടാക്കുന്നതിനാണ് കൗണ്ടർ ഐഡിയോളജി ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത്. ഈ തരത്തില് നമ്മുടെ ഒരുപാട് അസ്വസ്ഥകൾ, നമുക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ചെറുപ്പത്തിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ക്യാച്ച് ദ യങ് എന്ന് പറഞ്ഞ ഗ്ലോബലൈസേഷൻ മുദ്രാവാക്യമാണ്. ചെറുപ്പക്കാരെ പിടിക്കുക, ചെറുപ്പത്തിന് പിടിക്കുക, ചെറുപ്പത്തിന്റെ ബോധത്തെ മാറ്റുക, അവബോധത്തിൽ അട്ടിമറി സംഭവിക്കുക എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ മുദ്രാവാക്യമാണ്. അങ്ങനെയാണ് കവിത ഉണ്ടാകുന്നത്. ചെറുപ്പക്കാരെ കുറിച്ചുള്ള കവിതയാണ്. നാട്ടിലില്ല, വീട്ടിലില്ല, റോട്ടിലില്ല, 4 ആൾ കൂടി നിർത്തും നിലവിലില്ല, അച്ഛനോടൊപ്പം വയലില്ല, അമ്മയോടൊപ്പം ആശുപത്രിയില്ല, മരണ വീടിന്റെ മഹാമൗനത്തിൽ +2 കാരനില്ല, കല്യാണ വീട്ടിൽ മഹനീയ സാന്നിധ്യമില്ല, പാർട്ടിയില്ല, ജാഥയില്ല, പ്രത്യയശാസ്ത്രത്തിലില്ല, വായനശാലയുടെ പരിസരത്ത് പൊടി പോലുമില്ല. പ്രിയപ്പെട്ട യുവാവേ, നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? നിന്നെ കാണാൻ കൊതിയാവുന്നു, സത്യമായും ഐ മിസ് യുടാ. ഇത് +2 പഠിപ്പിക്കുന്ന കാലത്ത്. ഞാൻ ഹൈസ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട്, പാലക്കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്, +2 പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എനിക്കറിയില്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. +2 പഠിക്കുന്ന കാലത്ത് ആദ്യത്തെ ക്ലാസ്സിൽ ഇവരെ പ്രകോപിപ്പിക്കാൻ ഈ കവിതയാണ് ചെല്ലുക. ആ സമയത്ത് ഇത് പറഞ്ഞ ഉടനെ പറയാ, കവിയുടെ പേരിങ്ങോട്ട് പറഞ്ഞു. ഇയാൾക്കൊന്നും ഞങ്ങളെ മനസ്സിലായിട്ടില്ല, ഞങ്ങൾ എവിടെയും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഞങ്ങൾ ഇപ്പോ നാട്ടിലൊക്കെ തന്നെയുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കല്ല, ഈ കല്യാണ വീട്ടിൽ നിങ്ങൾ പോകുന്നത് വിവാഹ റാഗിങ് എന്ന് പറഞ്ഞ ഏർപ്പാടിനല്ലേ? കാരണം പടകം പൊട്ടിച്ചൊറിയുക, വൃദ്ധരെ അപമാനിക്കുക, അലങ്കോലപ്പെടുത്തുക, നുരഞ്ഞു പറഞ്ഞ അന്തരീക്ഷം ഉണ്ടാക്കി, ഇതിനല്ലേ? എന്റെ നാട്ടിൽ നന്ദി ബസാറിൽ നിന്ന്, കോഴിക്കോട് ജില്ലയിൽ നന്ദി ബസാറിൽ നിന്ന് മലപ്പുറം ജില്ലയിലേക്ക്, ഈ ജില്ലയിലേക്ക് ഒരു സംഘം പെണ്ണ് തേടി പോയ സമയത്ത് തിരിച്ച് ഞങ്ങളുടെ ന്യൂ ജനറേഷൻപ്പെട്ട ആളുകൾ നന്ദിയിൽ വന്നിറങ്ങിയ വെച്ചാൽ ഷർട്ടില്ല, പാന്റില്ല, കീറി പറഞ്ഞ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നില്ല. എന്താന്ന് വെച്ചാൽ ആ നാട്ടിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ന്യൂ ജനറേഷൻ, അവിടുത്തെ ചെറുപ്പക്കാർ നന്നായി പെരുമാറിയ. അപ്പൊ നന്ദിയിൽ വെച്ചിട്ട് ഇവരുടെ കൂടിയാലോചന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് വരികയല്ലോ. ആ സമയത്ത് നന്നായിട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പെരുമാറണം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ജീവിത വിരുദ്ധമായ നടപടിയിലേക്ക് എത്തിച്ചേരുന്നത്. ഇത് പറഞ്ഞപ്പോ +2 കുറച്ച് താഴ്ന്നു. അല്ല സർ, ഞങ്ങൾ അമ്മി എടുക്കാൻ ഓടാറുണ്ട്, അമ്മി കുട്ടി എടുക്കാൻ ഓടാറുണ്ട്, ഞങ്ങൾ സഹായിക്കാറുണ്ട്, പന്തലിടാൻ സഹായിക്കാറുണ്ട്. നല്ല കാര്യം. സംവാദം അവസാനിപ്പിച്ച എങ്ങനെയാണ്? നിങ്ങൾ ഏത് ലോകത്തേക്ക് സഞ്ചരിച്ചോ, ഏത് പുതിയ അന്തരീക്ഷത്തിൽ സഞ്ചരിച്ചോ, പക്ഷേ നിങ്ങളെ മുത്തശ്ശനെ മെഡിക്കൽ കോളേജ് ഡോക്ടറെ കാണിച്ചിട്ട് റോഡ് മുറിച്ച് കിടക്കുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൈ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. ഏതായാലും ചെറുപ്പക്കാരെല്ലാം ഇങ്ങനെ പോയി എന്നൊന്നും നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എത്രയോ ഉദാഹരണം, പുതിയ ആളുകളുടെ ഇടപെടലിന്റെ ഉദാഹരണം നമുക്കുണ്ട്. ഇപ്പം ഒരു ചുരത്തിൽ നിന്ന്
ഒരു കുടുംബം രാത്രി ഇരുട്ടത്ത് തണുപ്പത്ത് മഴയത്ത് പാതിരാത്രിയിൽ എന്താണ് ചുരത്തിലേക്ക് വീണ സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ന്യൂ ജനറേഷൻപ്പെട്ട സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള 5 വിദ്യാർത്ഥികളാണ്, അല്ല 5 എന്താ പറയാ ചെറുപ്പക്കാരാണ് താഴേക്ക് അവരുടെ ജീവൻ പണയം വെച്ച് താഴേക്ക് പോവുകയും ഈ എന്താ പറയാ 4 മനുഷ്യന്മാരെ എന്താണ് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നു. അതിലെ കുടുംബനാഥൻ പറഞ്ഞത് ദൈവത്തിന്റെ തൊട്ടടുത്താണ് ഈ ചെറുപ്പക്കാരുടെ സ്ഥാനം എന്നാണ്. അതുകൊണ്ട് സത്യമായി ഐ മിസ് യു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും എന്താണ് ചെറിയ ചെറിയ പ്രതിസന്ധികൾ അവിടെ ഉണ്ട്. ഞങ്ങൾ മുതിർന്ന ആളുകൾക്ക് അഡ്രസ് ചെയ്യാൻ, അഭിസംബോധന ചെയ്യാൻ ചെറുപ്പക്കാരുടെ അഭിസംബോധനയിൽ എന്താണ് ഭാഷയില്ല. ചെറുപ്പക്കാർക്ക് ഇങ്ങോട്ട് അഭിസംബോധന ചെയ്യാനുള്ള എന്തോ ഒരു തടസ്സവും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ഇത് പരിഹരിക്കാൻ ബാലകൃഷ്ണൻ നമ്പ്യാരെ പോലെ സൈക്കോളജിസ്റ്റുകൾ തീർച്ചയായിട്ടും എന്താണ് പലയിടങ്ങളിലും സൗന്ദര്യ വിദ്യാഭ്യാസം നടക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ പ്രിൻസിപ്പൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗം കൊയിലാണ്ടി ഭാഗത്ത് എവിടെ ഉണ്ടെങ്കിൽ പോലും എന്താണ് ഞാൻ പോയി കേൾക്കാറുണ്ട്. കാരണം അത്ര പുതിയ പുതിയ ആശയങ്ങൾ പുതിയ സാമൂഹ്യ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളൊക്കെ നടക്കാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താണ് പുതിയ തലമുറയെ എങ്ങനെയാണ് ജീവിത അഭിമുഖമുള്ള ആളുകളാക്കി തീർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ചെറുപ്പത്തിന്റെ ഒരു പ്രശ്നം. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഭാഷയെ സംബന്ധിച്ചാണ്. ഭാഷ നമ്മളെ വളരെ പ്രധാനപ്പെട്ട, കാരണം നിങ്ങൾ സമൂഹത്തിൽ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കുഞ്ഞുങ്ങളെ ഏത് ഭാഷയിൽ പഠിപ്പിക്കണമെന്നല്ല. തീർച്ചയായിട്ടും നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം അമ്മ വേണോ മദാമ്മ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പൊതുമണ്ഡലത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മദാമ്മ നല്ലതെന്നാണ്. അവരാണ് കാണാൻ ഭംഗിയുള്ളത്, അവർക്കാണ് ഇംഗ്ലീഷ് അറിയാവുന്നത്, അവരാണ് പരിഷ്കാരി, അവരാണ് പുറത്തുള്ള ആളുകൾ. അതുകൊണ്ട് എന്താണ് മദാമ്മയാണ് നല്ലത് എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കേരളീയർ. എത്ര ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, എത്ര ഉദാഹരണം വേണമെങ്കിൽ. മാവേലി സ്റ്റോറിന്റെ ബില്ല് കടുക് ജീരകം ഉലുവ അരി എന്നൊക്കെ പറയുന്ന വസ്തുക്കൾ വാങ്ങാൻ പോകുന്ന MA ഇംഗ്ലീഷ് കഴിഞ്ഞ ആളല്ല, സാധാരണ മനുഷ്യന്മാരാണ്. അവിടുത്തെ ബില്ല് കൊടുക്കുന്നത് ഇംഗ്ലീഷിലാണ് ബില്ല് കൊടുക്കുന്നത്. ഒരാൾക്കും പ്രതിഷേധമില്ലാതെ. എന്റെ സുഹൃത്ത് സുബൈർ 300 തടവുകാരെ കണ്ണൂർ ജയിലിലെ 300 തടവുകാരെ ഇന്റർവ്യൂ ചെയ്തു. 300 തടവുകാർക്ക് മനസ്സിലായിട്ടില്ല അപ്പുറത്തെ വക്കീൽ എന്താ പറഞ്ഞത്, ഇപ്പുറത്തെ വക്കീൽ എന്താ പറഞ്ഞത്, ജഡ്ജ് എന്താ വിധി പ്രസ്താവിച്ചത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എന്താണ് സാധാരണ ചെറിയ കോടതിയിലെങ്കിലും പ്രാദേശിക ഭാഷയിലാവണം. ഇനി അതിനേക്കാൾ അപ്പുറത്ത് എന്താണ് നിങ്ങൾ ഗ്ലോബൽ എടുത്തു നോക്കുക. എത്ര സംസ്കാരങ്ങള്, എത്ര ഭാഷകള്, എത്ര സമൂഹങ്ങള്, എത്ര ജീവിതങ്ങള് ലോകത്തുണ്ട്. എല്ലാവർക്കും അവരവരുടെ ഭാഷ ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. മലയാളിക്ക് മാത്രമാണ്. ഗ്ലോബൽ എടുത്ത് നോക്കണം. ഇന്ത്യയുടെ കാര്യമല്ല പറഞ്ഞു, ലോകത്തുള്ള കാര്യമാണ്. നമുക്ക് മാത്രമാണ് സെക്കൻഡ് ലാംഗ്വേജ്. എന്താണ് ഫസ്റ്റ് ലാംഗ്വേജ് ആവാത്തത്? അമ്മയാണോ പ്രധാനം മദാമ്മയാണോ പ്രധാനം ചോദിക്കുന്നത്. അമ്മയാണ് പ്രധാനം എന്ന് പറയാൻ മലയാളിക്ക് എന്താ പറ്റാത്തത്? രാഷ്ട്രീയക്കാർ അനുകൂലമാണ്, ബുദ്ധിജീവികൾ അനുകൂലമാണ്, സൈക്കോളജിസ്റ്റുകൾ അനുകൂലമാണ്, വിദ്യാർത്ഥികൾ അനുകൂലമാണ്, തൊഴിലാളികൾ അനുകൂലമാണ്, അധ്യാപക വിദ്യാർത്ഥികൾ അനുകൂലമാണ്, എല്ലാവരും അനുകൂലമാണ്. പക്ഷെ നടപ്പിലാകുന്നില്ല. ഈ സാമൂഹ്യ മനഃശാസ്ത്രമാണ് നമ്മൾ തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ ഒരു ബോധത്തിൽ ക്ലാസ് എടുക്കുന്ന സമയത്തായാലും ബോധത്തിൽ വരേണ്ടത്. കാരണം ഇങ്ങനെയല്ലാത്ത എത്രയോ നാടുകളുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ധാര എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ട്. 25 ലക്ഷം ജനങ്ങൾ മാത്രം സംസാരിക്കുന്ന ഭാഷയാണ് ധാര. അതിൽ MBBS ഉണ്ട്. ധാരാ ഭാഷയിൽ MBBS, ധാരാഭാഷയിൽ എഞ്ചിനീയറിംഗ്, ധാരാഭാഷയിൽ PhD, ഉന്നത വിദ്യാഭ്യാസം മുഴുവൻ ധാരാഭാഷയിൽ. മലയാളികൾ എത്രയാളുണ്ട്? 3.5 കോടി ജനങ്ങളുണ്ടായിട്ട് ഉന്നത വിദ്യാഭ്യാസം സാധ്യമല്ല. 6 കോടി ജനങ്ങൾ തമിഴ് സംസാരിക്കുന്നു, ഉന്നത വിദ്യാഭ്യാസം സാധ്യമല്ല. 26 കോടി ജനങ്ങൾ ബംഗാളി സംസാരിക്കുന്നു, ഒരു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് പോലും ബംഗാളിയിൽ ഇല്ല. 55 കോടി ജനങ്ങൾ ഹിന്ദി സംസാരിക്കുന്നു, ഒരു IIT-യിലെയും IIM-യിലെയും മീഡിയം ഹിന്ദി അല്ല ഇംഗ്ലീഷ് ആണെന്നുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ തെക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ മാത്രമുള്ള ഏർപ്പാടായത്. അതുകൊണ്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലും ശിശു മനഃശാസ്ത്രത്തിലും ഭാഷാശാസ്ത്രത്തിലും മറ്റൊരു ഭാഷയിൽ പഠിച്ചു കഴിഞ്ഞാൽ, ഉന്നത വിദ്യാഭ്യാസമായാലും ചെറിയ ക്ലാസ്സിലായാലും മറ്റൊരു മീഡിയത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ധാരണയുണ്ടാകും, ദിഷണയുണ്ടാവും, ഇമാജിനേഷൻ ഉണ്ടാവും, ഭാവനയുണ്ടാവും, കുട്ടിയുടെ ചിന്താഗതി വലുതാവുമെന്ന് ഒരു വരി പോലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നമ്മുടെ ക്ലാസ് മുറികളിൽ മറ്റൊരു ഭാഷയിൽ പഠിപ്പിക്കുന്ന ഒരു പ്രവണത വരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ്. ജപ്പാനിലായാലും ചൈനയിലായാലും അവരുടെ ഭാഷ തന്നെയാണ്. അതുകൊണ്ട് ചൈനീസിൽ ക്ലാസ് മുറിയിൽ ഒരു ഫിസിക്സ് പഠിപ്പിക്കുകയാണ്. ചൈനീസ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എത്ര പ്രസരണ നഷ്ടം വന്നു കഴിഞ്ഞാലും ഒരു 75% ഫിസിക്സിന്റെ യുക്തി, മാത്സിന്റെ യുക്തി, കെമിസ്ട്രിയുടെ യുക്തി കിട്ടും. ഇന്ത്യൻ ക്ലാസ് മുറിയിൽ മലയാളിയായ അധ്യാപകൻ ഫിസിക്സിന്റെ ആശയങ്ങൾ ആദ്യം ഇംഗ്ലീഷിലേക്ക് ആക്കണം. അപ്പൊ പ്രസരണ നഷ്ടം വന്നു. പിന്നെ അങ്ങോട്ട് എഴുതി കൊടുത്ത സമയത്ത് അവിടെ നിന്ന് ഡീകോഡ് ചെയ്യണം കുട്ടികൾ. ആ സമയത്ത് പിന്നെയും പ്രസരണ നഷ്ടം വന്നു. അവസാനം എന്താണ് 40% ഒരു ഫിസിക്സിന്റെ ആശയം ഇന്ത്യൻ ക്ലാസ് മുറികൾ, പാകിസ്ഥാൻ ക്ലാസ് മുറികൾ, ശ്രീലങ്കൻ ക്ലാസ് മുറികളിൽ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത്
സ്വാഭാവികം ഇതാണ് വസ്തുതയെങ്കിൽ പോലും തീർച്ചയായിട്ടും എന്താണ് നമുക്കൊന്നും നമ്മുടെ ഭാഷയോട് പ്രൊഫസർമാര് ഒറ്റ സായിപ്പും കല്യാണത്തിൽ വരുന്നില്ലെങ്കിൽ പോലും എന്താണ് കല്യാണം കത്തടിപ്പിക്കുന്നത്, മകന്റെ കല്യാണം കത്തടിപ്പിക്കുന്നത് ഇംഗ്ലീഷായിരിക്കും, മുത്തച്ഛന്റെ ചരമ കത്തടിപ്പിക്കുന്നത് മലയാളത്തിലാണ്. കാരണം ഇംഗ്ലീഷ് ഭാവിയുടെ ഭാഷയും മലയാളം എന്ന് പറയുന്നത് ചത്തുപോയ ഭാഷയായി തീരുമാനിച്ചിരിക്കുന്ന ഒരു പരിസരത്തിൽ നിന്ന് അതതു ദേശത്തെ ഭാഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഇതൊന്നും ചെറിയ സമയം കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏതായാലും ഭാഷക്കെതിരെയുള്ള ആക്രമണം വരുന്ന സമയത്ത് ഒരു സംസ്കാരത്തിനും ഒരു സമൂഹത്തിനും എതിരെയുള്ള ആക്രമണം. കാരണം നമുക്ക് മലയാളിക്ക് ഓരോ ജാതിയിലാണ്, ഓരോ മതത്തിലാണ്, ഓരോ പ്രദേശത്താണ്, ഓരോ രാഷ്ട്രീയ പാർട്ടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ആകെ മോഡേൺ സിറ്റിസൺഷിപ്പ്, ആധുനിക പൗരത്വം എന്ന് പറയുന്നത് ഈ ഭാഷ മാത്രമാണ്. മലയാളം സംസാരിക്കുന്ന ആളുകളാണ് മലയാളികൾ. അത് അമേരിക്കയിലായിക്കോട്ടെ, ഗൾഫ് രാജ്യത്തായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, മലയാളം സംസാരിക്കുന്ന ആള് എന്നുള്ള ഒരു സമൂഹം മുമ്പിൽ നിൽക്കുന്നത് ഈ ഭാഷയുടെ കാര്യത്തിലാണ്. മറ്റ് ഭാഷകൾ വ്യക്തികൾ സൃഷ്ടിക്കുമ്പോൾ അവരവരുടെ ഭാഷ സമൂഹത്തെ സൃഷ്ടിക്കുന്നില്ല. ഈ സാമൂഹികത പോയി പോകുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തില്ല. കാരണം എന്താ പറയാ, ഭാഷ പോകുന്നൊരു അമ്മ പോകും, വിറച്ച് വിതുമ്പി വീട്ടാലയിൽ, ചത്താമതി എന്ന് പ്രാഗി ചായ്പിൽ, വേദന കടിച്ചമർത്തി പൊന്തക്കാട്ടിൽ, ഇനി പോകാനിടമില്ലെന്ന് കരഞ്ഞ് ബസ് സ്റ്റോപ്പിൽ ചില അമ്മമാർ ഇന്നും ഒരു വെറുതെ വഴിവക്കൽ തള്ളി മക്കൾ കടന്നു കളഞ്ഞു. ഓർമ്മ നഷ്ടമായ ആയമ്മ ഓടിക്കൂടിയവരോട് സ്വന്തം പേര് മാത്രം ആവർത്തിച്ചു, മലയാളം മലയാളം. ഓർമ്മ നഷ്ടമായ ആയമ്മ ഓടിക്കൂടിയവരോട് സ്വന്തം പേര് മാത്രം ആവർത്തിച്ചു, മലയാളം മലയാളം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അമ്മ സാധാരണ അമ്മയാണ്. ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞാൽ അത് കുറച്ചു മുമ്പൊക്കെ എന്താ പറയുക വിശുദ്ധമായ തീർത്ഥാടനത്തിന്റെ കേന്ദ്രങ്ങളാണ്. ഇന്നെന്താണ് ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുര നടയിൽ ഇറങ്ങും, ഗോമതി അമ്മയെ തള്ളും, ഭാര്യാസമേതനായി മടങ്ങും എന്നതാണ്. അതുകൊണ്ട് അമ്പലങ്ങളും ബസ് സ്റ്റോപ്പൊക്കെ അമ്മയെ ഉപേക്ഷിക്കണം, അച്ഛനെ ഉപേക്ഷിക്കാനുള്ള ഒരു ഏർപ്പാടാണ്. അത് ഭാഷ പോകുമ്പോഴാണ് അമ്മ പോകുന്നത്. ബന്ധങ്ങളാണ്, നിങ്ങൾ ആലോചിച്ചു, ബന്ധങ്ങൾ പതുക്കെ പതുക്കെ പോകുന്നുണ്ട്. ഉദാഹരണമായിട്ട് മാമൻ എന്ന് പറയുന്ന ഒരു ബന്ധം അമ്മയുടെ ആംഗ്ലയാണ്, വിശുദ്ധമായ ബന്ധമായിരുന്നു മലയാളികൾക്ക്. ഇന്ന് ഏത് ചെറുപ്പക്കാരനെ കണ്ടാലും കൂടെ പഠിച്ച ചെറുപ്പക്കാരെ അവളുടെ മകനെ പരിചയപ്പെടുന്നത് സുരേഷ് മാമൻ, സതീഷ് മാമൻ, രമേശ് മാമൻ എന്നാണ് പരിചയപ്പെടുന്നത്. സ്വന്തം മാമൻ അങ്ങോട്ട് പോയി. അളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പെങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയുടെ ആംഗളയാണ്. ഇതായിരുന്നല്ലോ. ഇന്നിപ്പോ ക്യാമ്പസിൽ, കാലിക്കൽ ക്യാമ്പസിൽ എല്ലാ ചെറുപ്പക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അളിയന്മാരാണ്. കൂട്ടത്തിൽ ആ സൈഡിൽ കൂടെ നടന്നു വന്ന് എന്നെ വരെ അവർ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ എന്തും വിളിക്കാൻ പറ്റുന്ന രീതിയിൽ ലിബറലൈസേഷൻ നമ്മുടെ നാട്ടിൽ നടന്നു കഴിഞ്ഞുകൊണ്ട് ബന്ധങ്ങൾ പോയി പോകുന്നത് ഭാഷ പോകുന്ന സമയത്താണ്. ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്മ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞ പോലെ എന്താണ് ഭാഷ പ്രധാനപ്പെട്ടതാണ്. ഖുർആനിലെ വാക്കുണ്ടല്ലോ, എവിടെയാണ് സ്വർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാവിന്റെ ഉമ്മയുടെ കാൽക്കീഴിലാണ് സ്വർഗം എന്നുള്ളതാണ്. നമ്മുടെ മാതൃഭാഷയുടെ കാൽക്കീഴിലാണ് സ്വർഗം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏത് ഭാഷയിലേക്കും പോകാൻ പറ്റും. ഇതൊക്കെ ആയിരിക്കെ മലയാളികൾ എന്താണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് നിങ്ങളോട് ചോദിക്കും ഏത് സ്കൂൾ ചേർത്തണം, ഏത് മീഡിയത്തിൽ ചേർത്തണം. അപ്പൊ നമ്മൾ പറയുന്നത് വലിയ വലിയ പബ്ലിക് സ്കൂളല്ലേ നല്ലത്, അല്ല എന്താ പറയുക ഇന്റർനാഷണൽ സ്കൂളല്ലേ നല്ലത്, പിന്നെ ഇംഗ്ലീഷ് മീഡിയം അല്ലേ നല്ലതെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കും. സത്യം അതല്ല. നിങ്ങളുടെ സത്യം അതാണെങ്കിൽ ഒരു വരി കാണിച്ച ബാലകൃഷ്ണൻ നമ്പ്യാർ സാറിനെ പോലെ ലോക പ്രശസ്ത മനഃശാസ്ത്രജ്ഞന്മാരുടെ ഒരു വരി കാണിച്ച വേറെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാവന ചിന്താശക്തിയൊക്കെ വലുതാവുന്ന കാണിച്ച സാധ്യമല്ല. പക്ഷെ എന്താണ് യാഥാർത്ഥ്യം ഇതായിട്ടും നമ്മൾ ഫാഷന് വേണ്ടിയിട്ട്, നമ്മൾ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട്, നമ്മൾ എന്താണ് ഇതിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കുക ശ്രീനാരായണ ഗുരുവിനെ ചോദിക്കുക ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത. എന്തുകൊണ്ടാണ്? മൗലികമായ ചിന്ത ആരാണ് ഉത്പാദിപ്പിച്ചതെന്നാണ്. കാൾ മാർക്സ് ഇംഗ്ലണ്ട് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ 15 കൊല്ലമാണ് വായിച്ചത്. പക്ഷെ സ്വന്തം പുസ്തകം എഴുതിയ സമയത്ത് ജർമ്മൻ ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. ദാസ് ക്യാപിറ്റൽ കാൾ മാർക്സിനെ കുറിച്ച് പറഞ്ഞത് ഒടുക്കമില്ലാത്ത പുതിയ തുടക്കങ്ങളുടെ ചിന്തകൻ, ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ലോകത്തെ കിടുകിട വിറപ്പിക്കുന്ന രീതിയിൽ പുതിയ പ്രത്യയശാസ്ത്രം, പുതിയ ധാരണയും പുതിയ ദിശയും കൊണ്ടുവന്ന ആളാണ്. അയാള് ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവും എഴുതിയത് ജർമ്മൻ ഭാഷയിലാണ്, ഇംഗ്ലീഷിലല്ല. അറിഞ്ഞുകൂടാത്തോണ്ടല്ല, മറിച്ച് മൗലികമായ ഓർഗാനിക് അല്ല, ഓർഗനൈസ്ഡ് അല്ല, ഓർഗാനിക് സ്റ്റഡി, ഓർഗാനിക്കായ ജൈവമായ പഠനവും ജൈവമായ ഇടപെടൽ നടക്കണമെങ്കിൽ അവരുടെ ഭാഷയിൽ പറ്റൂ എന്ന് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ മലയാളികൾ തീർച്ചയായിട്ടും ഇപ്പോഴും വീണ്ടും പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. ഏത് സ്കൂളിൽ ചേർന്ന് പൊതുവിദ്യാലയങ്ങൾ ആലോചിച്ചില്ല, ഭാഷ പോകുന്ന പോലെ മതേതരത്വം പോയില്ലേ. അപ്പൊ ഏത് അപ്പുറത്തുള്ള ആള് ഏത് ആളാണ്, ഏത് മതമാണ്, ഏത് ജാതിയാണ്, ഏത് പ്രദേശക്കാരനാണെന്ന് അറിയാൻ പഠിച്ചൊരു കാലം ഉണ്ടായിരുന്നു. നിന്റെ മകൻ സെന്റ് തോമ ഇംഗ്ലീഷ് മീഡിയത്തിൽ, എന്റെ മകൾ വിവേകാനന്ദ വിദ്യാഭവൻ, അവന്റെ മകനും ഇസ്ലാമിക് പബ്ലിക് സ്കൂളിൽ ഒരേ ബെഞ്ചിലിരുന്ന് ഒരേ പാഠപുസ്തകം പങ്കിട്ട് ഒരു വിശപ്പ് വായിച്ച് നമ്മൾ പഠിക്കാതെ പഠിച്ച പഴയ സ്കൂൾ ഇപ്പോഴുണ്ട്. പണ്ടത്തെ നമ്മുടെ അച്ഛനമ്മമാരെ പോലെ പരമദരിദ്രരായ ചിലരുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്. ഒരിക്കൽ വാളും ശൂലവും കുരിശുമായി നമ്മുടെ മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ, നമ്മുടെ മക്കൾ തെരുവിൽ കലുതുള്ളുമ്പോൾ നടുക്ക് വീണ് തടുക്കാൻ അവരെങ്കിലും മിടുക്കരാവട്ടെ.
ഈ കുഞ്ഞുങ്ങളില്ലെങ്കിൽ, പൊതുവിദ്യാലയത്തിലെ കുഞ്ഞുങ്ങളില്ലെങ്കിൽ എന്താണ് ഈ സമൂഹം എന്താവും നിങ്ങൾ ആലോചിക്കുക. ക്രിസ്ത്യൻ മേധാവി ഒരിക്കൽ പറഞ്ഞെന്താണ്, ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട, ശരിക്കും B.Ed ക്ലാസ്സുകളിലെ ചർച്ച ചെയ്യേണ്ടത്. ക്രിസ്ത്യൻ മേധാവി പറഞ്ഞ് ക്രിസ്ത്യൻ കുഞ്ഞുങ്ങൾ ക്രിസ്ത്യൻ സ്കൂളിൽ തന്നെ പഠിക്കണമെന്നാണ്. ഒരാളും ചോദിച്ചിട്ടില്ല, ഒരു വിദ്യാർത്ഥി സംഘടന ചോദിച്ചിട്ടില്ല, ഒരു യുവജന സംഘടന ചോദിച്ചില്ല, ഒരു വിദ്യാഭ്യാസ വിചക്ഷണം പോലും അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. നിങ്ങൾ ആലോചിക്കുക എന്തായിത്തീരും? ഒരു സമൂഹത്തിൽ ആളെ മാത്രം കണ്ടുകൊണ്ട് എങ്ങനെയാ പഠിക്കുക? ഞാൻ പഠിച്ചത് മാപ്പിള സ്കൂളിലും, ഒരു വളരെ വിഖ്യാതമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ മാപ്പിള സ്കൂൾ. ഒരു ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ ഞാൻ മാത്രമായിരുന്നു ഹിന്ദു എന്ന് അറിയപ്പെടുന്ന ഒരാൾ. അത്തരത്തിലുള്ള ഭാവം എനിക്കുന്നില്ല. അറിയപ്പെടുന്ന ഒരാൾ, ബാക്കിയല്ല എന്നെ പഠിപ്പിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിച്ചൊക്കെ ഇസ്ലാം മത എന്താണ് വിശ്വാസത്തിന്റെ ഒരു വലിയ പ്രദേശത്താണ് ഞാൻ ജീവിച്ചത്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നെ അക്ഷരം പഠിച്ച ഫാത്തിമ ടീച്ചറുടെ ഏത് സന്ദർഭത്തിൽ ഞാൻ ആ ടീച്ചറുടെ വീട്ടിലേക്ക് പോകും. അത് ഒരു ഇന്റർവ്യൂവിനായാലും തിരിച്ചു വരുന്ന സമയത്തും ജോലി കിട്ടുന്ന സമയത്തൊക്കെ. കാരണം എന്താണ്, ആദ്യത്തെ ആള് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പരിസരത്തിൽ വരുന്നപ്പം സമ്പൂർണ്ണമായും വേറൊരു രീതിയിലേക്ക് നമ്മുടെ സ്കൂളുകളൊക്കെ മാറുന്നേരം ഭയാനകമായിട്ട് രീതിയിലാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് മതേതര സങ്കല്പം അല്ലെ എന്താണ്, ഇപ്പൊ ശ്രീ തരിയലിന്റെ ഒരു കവിത ഉണ്ട്. ഞാൻ നാട് വിടുമ്പോൾ 5 കൊല്ലം മുമ്പ് ഞാൻ നാട് വിടുമ്പോൾ ബസ്സിൽ എഴുതിയിരിക്കുന്നു ശ്രീ കാടാമ്പുഴ ഭഗവതി ഈ ബസ്സിന്റെ ഐശ്വര്യം. ഞാൻ തിരിച്ചു വരുമ്പോൾ ബസ്സിൽ എഴുതിയിരിക്കുന്നു ശ്രീ മാതാ അമൃതാനന്ദമയി ഈ ബസ്സിന്റെ ഐശ്വര്യം. ശ്രീ കാടാമ്പുഴ ഭഗവതി ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങിപ്പോയത്? 20 കൊല്ലത്തിന് ശേഷം കേരളത്തിലെ മതാത്മകമായ ബോധത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ലളിതമായി ഒന്നും ചോദിച്ചില്ല, ആരെയും വിമർശിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ആകെ പറഞ്ഞെന്താണ്, ശ്രീ കാടാമ്പുഴ ഭഗവതി ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങിപ്പോയെന്ന് ചോദിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു നാട്ടു ദേവത പോയി വേറെ ദേവതയിലേക്കുള്ള പരിണാമം എങ്ങനെ സംഭവിച്ചു എന്ന് കേരളത്തിന്റെ ഒരു പ്രത്യേക പ്രതിസന്ധിയെ വിശദീകരിക്കാൻ ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ക്ലാസ് മുറികളിൽ മതേതരത്വം പഠിപ്പിക്കാൻ, മാനവികത പഠിപ്പിക്കാൻ, യുക്തിചിന്ത പഠിപ്പിക്കാൻ, ജനാധിപത്യ ബോധം പഠിപ്പിക്കാനുള്ള ദൗത്യമാണ് വാസ്തവത്തിൽ എന്താ പറയാ ഇപ്പം എന്താ പറയാ അധ്യാപകരായിക്കൊണ്ടിരിക്കുന്ന, അധ്യാപകരായിത്തീർന്ന നിങ്ങളുടെ ദൗത്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യനാണ്. അത് കഴിഞ്ഞാലാണ് ബാക്കിയുള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പദ്ധതിയിലേക്ക് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ സഞ്ചരിക്കട്ടെ. ഇത് ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ സർഗാത്മകമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളാണ് എത്രയോ എന്താ പറയാ പുതിയ പുതിയ ആശയങ്ങളൊക്കെ ക്ലാസ് റൂമിൽ. ഇനി നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, ഈ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും എക്കണോമിക്സ് ആയാലും ഏത് വിഷയമായാലും ഏറ്റവും സർഗാത്മകമായി ക്ലാസ്. കാരണം സൗന്ദര്യബോധമുള്ള, സാമൂഹ്യ ബോധമുള്ള, സാംസ്കാരിക ബോധമുള്ള ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ 3 മണിക്കൂർ പോകുന്ന അറിയില്ല. ബാലകൃഷ്ണൻ നമ്പ്യാർ സാർക്ക് 3-6 മണിക്കൂറാണ് UGC നെറ്റ് കോച്ചിങ്ങിന് വേണ്ടി ഇരിക്കുക. ഒറ്റ കുഞ്ഞുങ്ങൾക്കും എന്താണ് വൈകുന്നേരം 4 മണി. കുഞ്ഞുങ്ങളല്ല, അവർ അധ്യാപകരാണ്, അധ്യാപനം പോകുന്ന ആളുകളാണ്. പക്ഷെ ഒരാൾ പോലും എന്താണ് ഒരു മുഷിപ്പ് അനുഭവിക്കുന്നത്. കാരണം എന്താണ്, ഓരോ സമയത്തും വളരെ സർഗാത്മകതയുടെ ഉന്നതമായ തലങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും പുതിയ കുറച്ച് കവിതകൾ എന്തിനാന്ന് വെച്ചാൽ അത് മലയാളത്തിന്റെ ആളുകൾക്ക് മാത്രമല്ല ഏത് ക്ലാസ്സിലും രസകരമായി ഏറ്റുപോകാൻ പറ്റുന്ന, ഈണത്തിലും താളത്തിലും ഒന്നും ഇല്ലാതെ തന്നെ എന്താ പറയാ ആളുകളെ സൗന്ദര്യബോധത്തിലേക്കും പുതിയ ലോകത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കുറേ കവിതകൾ അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിലൊന്ന് P. സുരേന്ദ്രന്റെ ഒരു കവിതയാണ്. വിദ്യാഭ്യാസമായിട്ട് ഏറ്റവും നല്ല ബന്ധമുള്ള ഒരു കവിതയാണ്. പുഴു എന്നാണ് കവിതയുടെ പേര്. എന്താണ്, ഞാനിങ്ങനെ അരിച്ചരിച്ചരിച്ച് നീങ്ങുമ്പോൾ നിങ്ങളുടെ മുഖത്തെ പുച്ഛവും നിന്ദയും വെറുപ്പും മറപ്പും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നോക്കിക്കോ, ഞാനൊരു ചിത്രശലഭമായി തിരിച്ചു വരും. ഞാനൊരു ചിത്രശലഭമായി തിരിച്ചു വരും. ഇത് പറയാത്ത ഒരു കുഞ്ഞുങ്ങളും ലോകത്തുണ്ടാവില്ല. നിങ്ങൾക്കറിയാലോ, ഉസൈൻ ബോൾട്ട് എന്ന് പറയുന്നത് ഇടിമിന്നൽ പോലെ 100 മീറ്റർ 200 മീറ്റർ ഓടുന്ന അദ്ദേഹത്തിന്റെ അവസാനത്തെ ആംഗ്യം ദൈവത്തിനാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത്ര സമ്മർദ്ദമാണ്. കോടിക്കണക്കിന് ആള് കാണുന്നതാണ് ഈ ഒരു മത്സരം എന്നുള്ളത്. എന്തെങ്കിലും സംഭവിച്ചാൽ നിൽക്കാൻ വെച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയും 2ാം സ്ഥാനത്തിന് മാത്രമാണ് ഉസൈൻ ബോൾട്ട് ഇറങ്ങിയാൽ അവിടെ എന്താണ് മത്സരം ഉണ്ടാകുന്നത്. ഈ ഉസൈൻ ബോൾട്ടിനെ ചെറിയ ക്ലാസ്സിൽ നിന്ന് അധ്യാപകൻ പുറത്താക്കിയിരുന്നു. അന്ന് ആ കുഞ്ഞു ഉസൈൻ ബോൾട്ട് അവിടുത്തെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടാവും, നോക്കിക്ക മാഷേ, ഞാനൊരു ചിത്രശലഭമായി തിരിച്ചു വരും. ഇങ്ങനെ ഒരുപാട് സങ്കടം അനുഭവിക്കുന്ന 3-4 ലോക രാജ്യക്കാർക്കും പറയാം, അമേരിക്കനോട് നോക്കിക്കോ അമേരിക്കയെ, ഞങ്ങൾ ഒരു ചിത്രശലഭമായി തിരിച്ചു വരും എന്നുള്ള. അതുകൊണ്ട് ആ കവിത വായിക്കുന്ന മുമ്പുള്ള ഞാനല്ല, വായിച്ചതിന് ശേഷം ഉണ്ടാകുന്നു. ശ്രീ തരിയലിന്റെ ഒരു കവിതയുണ്ട്, നീ ഉടുത്തപ്പോൾ ഭംഗി തോന്നി. സാരി എന്നാണ് കവിതയുടെ പേര്. നീ ഉടുത്തപ്പോൾ ഭംഗി തോന്നി, എങ്കിലും പേടിയാണ് എനിക്ക്. ഒരു നെയ്ത്തുകാരന് കാണാനാവാത്ത ഒരു ആത്മഹത്യയുടെ കസവ് അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ. നീ ഉടുത്തപ്പോൾ ഭംഗി തോന്നി, എങ്കിലും പേടിയാണ് എനിക്ക്. ഒരു നെയ്ത്തുകാരന് കാണാനാവാത്ത ഒരു ആത്മഹത്യയുടെ കസവ് അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ തന്നെ വേറൊരു കവിതയുണ്ട്, പോരാ നാളിൽ ദൂരെ ഉയരട്ടെ ഭാരതലക്ഷ്മാദേവിയുടെ തൃപ്പതാകൾ എന്നൊക്കെ പണ്ട് വള്ളത്തോൾ പാടിയത് ഇന്ന് ആഗസ്റ്റ് 15 എന്ന കവിതയിൽ അദ്ദേഹം മാറ്റുകയാണ്. ചെയ്യാത്ത കുറ്റത്തിന് ഇരുട്ടുമുറിയിൽ അടക്കപ്പെട്ട പതാകകൾ പരവളിൽ ഇറങ്ങുന്ന ദിവസം.
കുഞ്ഞുങ്ങളോട് ചോദിച്ചേക്കാം, ആഗസ്റ്റ് 14 ദേശീയ പതാക എവിടെയാ? അലമാരയിൽ, മേശക്കടിയിൽ, അല്ലെങ്കിൽ എന്താണ് ഇരുട്ടുമുറിയിലാണ്. ആഗസ്റ്റ് 16 എവിടെയാണ്? അലമാരയിൽ, മേശക്കടിയിൽ, ഇരുട്ടുമുറി. ചെയ്യാത്ത കുറ്റത്തിന് ഒരു തെറ്റും ദേശീയ പതാക ചെയ്തിട്ടില്ല. ചെയ്യാത്ത കുറ്റത്തിന് ഇരുട്ടുമുറിയിൽ അടക്കപ്പെട്ട പതാകകൾ പരോളിൽ ഇറങ്ങുന്ന ദിവസമാണ് ആഗസ്റ്റ് 15. അദ്ദേഹത്തിന് എന്നെ വേറൊരു കവിത ഉണ്ട്. കൈകോർത്ത് പിടിച്ച് നടക്കുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, നീ ഒരിക്കലും എന്നേക്കാൾ മുമ്പിലാവാതിരിക്കാനാണ്. കൈകോർത്ത് പിടിക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമുക്ക് അസൂയ തോന്നും. പക്ഷേ സീതരിയിലൂടെ അസൂയല്ല തോന്നിയത് എന്താണ്? കൈകോർത്ത് പിടിച്ച് നടക്കുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, നീ ഒരിക്കലും എന്നേക്കാൾ മുമ്പിലാവാതിരിക്കാനുള്ള വ്യാപാര യുക്തി പ്രവർത്തിക്കുന്ന കവിത. പാരമ്പര്യം പോകുന്നതിനെ കുറിച്ചുള്ള കുഴൂർ വിൽസന്റെ ഒരു കവിതയുണ്ട്. എന്താണ്? രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് കടയിൽ നിന്ന് 2 പഴം വാങ്ങി തന്നതാണ്. നാട്ടുമ്പുറത്തല്ല, കർഷകനായ അച്ഛന് ഓർമ്മ വരുന്നു. 2 പഴം വേണ്ടി വന്നു ഈ തെറിച്ച വിത്തിന് അതിന്റെ കൃഷിക്കാരനെ ഓർമ്മിക്കാൻ. അതുപോലെ തന്നെ ഒരുപാട് പുതിയ ഒരുപാട് ആശയങ്ങൾ, എല്ലാ തരത്തിലുള്ള ആശയങ്ങൾ. ഒരു മാമ്പഴത്തിനാണ് അവൻ വരിക, ഒരു 10 എണ്ണം എടുത്തോളൂ എന്ന് നമ്മൾ ഉദാരരാവും. അവൻ പോയി കഴിയുമ്പോൾ ഒറ്റ മാവുണ്ടാവില്ല നമ്മുടെ തൊടി. അവനോട് വരരുതെന്ന് പറയാൻ നമുക്കാവില്ലല്ലോ. ഇന്ത്യക്കാരുടെ അവസ്ഥ അതാണ്. ഒരു മാമ്പഴത്തിനാണ് ഗ്ലോബലൈസേഷൻ വരിക. നമ്മളൊരു 10 എണ്ണം എടുത്തോ എന്ന് ഉദാരരാവും. അവൻ പോയി കഴിയുമ്പോൾ ഒറ്റ മാവുണ്ടാവില്ല നമ്മുടെ തൊടിയിൽ. അവനോട് വരരുതെന്ന് പറയാൻ നമുക്കാവില്ലല്ലോ. കാട്ട് ഡങ്കൽ IMF കുറെ കരാറിലൂടെ ഇവനോട് വരരുത്, സാമ്രാജ്യത്തിനോട് വരരുതെന്ന് പറയാൻ നമുക്കാവില്ലല്ലോ. ഇനി ന്യൂ ജനറേഷനായിട്ട് ബന്ധപ്പെട്ട എത്രയോ കവിതകൾ. ഉദാഹരണമായിട്ട് പ്രണയം എന്ന് പറഞ്ഞ ഒരു തരുണ വികാരത്തിന്റെ ഭാഗമായിട്ട് വരുന്ന, അല്ലെങ്കിൽ എന്താണ്, മാനസിക ഭാവമാണ്. എത്ര കവിതകൾ. TP രാജീവൻ പ്രണയ ശതകം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 100 കവിതകൾ. അതിലൊരു കവിത, ഞാനൊരു ദൈവമായിരുന്നെങ്കിൽ മറ്റൊരു ദൈവത്തെ സൃഷ്ടിച്ച് എന്റെ എല്ലാ ജോലികളും അദ്ദേഹത്തെ ഏൽപ്പിച്ച് എന്റെ കണ്ണുകളിൽ തന്നെ നോക്കിയിരിക്കും, എന്റെ കണ്ണുകളിൽ തന്നെ നോക്കിയിരിക്കും. ഈ കൂട്ടത്തിൽ 100 കവിത, 100ഉം ഗംഭീരമായ കവിതയാണ്. അതിലൊരു കവിതയാണ്. മറ്റൊന്ന്, ആരുമല്ലാത്ത ഒരുവനോട് അവൾ പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്റെ ഭർത്താവിന് പുതിയൊരു ഭാര്യയെ കിട്ടും, മകൾക്ക് എന്റെ ജോലി കിട്ടും, സഹോദരന്റെ സ്വത്ത് മുഴുവൻ കിട്ടും, സഹപ്രവർത്തകയ്ക്ക് പ്രൊമോഷൻ കിട്ടും, അങ്ങനെ ഞാനുമായി ബന്ധമുള്ള എല്ലാവർക്കും എന്തെങ്കിലും പുതുതായി കിട്ടും. ഞാൻ മരിച്ചാൽ നഷ്ടം മാത്രം ഉണ്ടാകുന്ന ഒരാളെ എനിക്ക് വേണം, ആയതിനാൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അവസാനത്തെ വരിയിൽ ഒരു കവിതയില്ല, പക്ഷേ പറഞ്ഞ ആ വാക്കിന്റെ ഒരു പ്രത്യേക രീതിയിൽ ഡിസ്റ്റിംഗോടുകൂടിയാണ് ഒരു അന്തൽ വാസ്തവത്തിൽ ഉണ്ടാകുന്നത്. നീ മരിച്ചാൽ, ഇതിന് മറുപടിയാണ്, നീ മരിച്ചാൽ ആ വിവരം ഞാൻ അറിയണമെന്നില്ല. അറിഞ്ഞാൽ തന്നെ ദൂരെയുള്ള നിന്റെ വീട്ടിൽ എത്തണമെന്നില്ല. എത്തിയാൽ തന്നെ നിന്നെ ഒന്ന് തൊടാൻ കഴിയണമെന്നില്ല. തൊട്ടാൽ തന്നെ ഒട്ടിക്കറിയാൻ സാധിക്കണമെന്നില്ല. അറിഞ്ഞാൽ തന്നെ ആർക്കും അത് മനസ്സിലാവണമെന്നില്ല. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം? എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. ഇങ്ങനെ എന്താ പറയാ, പ്രണയത്തെ കുറിച്ച്, ഭാഷയില്ലാതാകുന്നതിനെ കുറിച്ച്, നമ്മുടെ ജനാധിപത്യം പോകുന്നതിനെ കുറിച്ച്, നമ്മുടെ അധിനിവേശം സംഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ പുതിയ എത്രയോ കവിതകൾ, എത്രയോ ചെറിയ കവിതകളുണ്ട്. തീർച്ചയായിട്ടും ആ കവിതകള്, പഴയ കവിതകൾ, ഇപ്പൊ കുഞ്ഞുങ്ങള് മത്സരത്തിൽ നോക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കവിത എന്ന് വെച്ചാൽ പഴയ മട്ടിലെ കവിത എന്ന്, പുതിയ മട്ടിലെ എന്തുകൊണ്ടാണ് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നില്ല? ഏത് ക്ലാസ്സിലും കവിത പറയാം. അതുകൊണ്ടാണ് സയൻസ് അക്കാദമി സ്ഥാപിച്ച സമയത്ത് ഐൻസ്റ്റീനോട് പത്രക്കാർ ചോദിച്ചു, ഇവിടെ എന്താ പഠിപ്പിക്കുന്നത്? ഐൻസ്റ്റീൻ പറഞ്ഞതെന്ന് വെച്ചാല് 90% സംഗീതവും 10% മാത്തമാറ്റിക്സ്. സയൻസ് അക്കാദമി. സയൻസ് അവിടെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഒന്നും അവിടെ പഠിപ്പിക്കുന്നില്ല. അവിടെ പഠിക്കുന്നത് 90% സംഗീതവും ഒരു 10% മാത്സും പഠിപ്പിച്ചാൽ സയൻസ് അക്കാദമിയാണ്. അതുകൊണ്ട് സൗന്ദര്യബോധമുള്ള ഫിസിക്സിന്റെ ക്ലാസ്സിൽ ഫിസിക്സ് മാത്രമല്ല പഠിപ്പിക്കുന്നത്. പണ്ട് അതുകൊണ്ടാണ് പഴയ അധ്യാപകർ ഹോളിസ്റ്റിക് ഇമ്മേഷനിലാണെന്ന് പറയുന്നത്. എല്ലാം അറിയാം അവർക്ക്, മലയാളത്തിന്റെ ആളുകൾക്ക് എല്ലാം അറിയാം. അതുപോലെ എന്താണ്, ഒരു മാത്സിന്റെ ആളുകൾക്ക് മലയാള സാഹിത്യം അറിയാം, ഇംഗ്ലീഷ് സാഹിത്യം അറിയാം. സമഗ്രമായ ഉള്ളിലേക്ക് എടുക്കലായിരുന്നു. ഇന്ന് സ്പെഷ്യലൈസേഷന്റെ കാലത്ത് എന്താണ്, നമ്മളെ സബ്ജക്ട് പോലും അറിയാത്ത രീതിയിലേക്ക് ആയി പോകുന്ന സമയത്ത്, കുഞ്ഞുങ്ങൾ വളരെ മുമ്പിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ ബോധം കൂടി ആ തരത്തിൽ സഞ്ചരിക്കുന്നില്ലെങ്കിൽ അധ്യാപകർ ഔട്ടായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ്. ഞാനൊക്കെ ചില ഘട്ടങ്ങളിൽ സ്മാർട്ട് ബോർഡ് അപ്പുറം ഉണ്ടാവും, പഴയ ബോർഡ് ഇപ്പുറം ഉണ്ടാവും. നമ്മളെ ടെൻഡൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ പഴയ ബോർഡിലേക്ക് സഞ്ചരിച്ചു പോകുന്നില്ല. അന്നേരമാണ് ഈ ബോധം മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, സ്മാർട്ട് ബോർഡിലേക്ക് തന്നെ പോകേണ്ട നമ്മുടെ ബോധം ഒരുപക്ഷെ എന്താണ്, നമ്മുടെ ഓട്ടം കുറച്ച് മുമ്പിലെ, അധ്യാപനം എപ്പോഴും എന്താണ്, ഒരുപടി മുമ്പിലെ ഓടാൻ കഴിയുന്ന അന്തരീക്ഷത്തിലേക്ക് തീർച്ചയായിട്ടും എത്തണമെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഞാൻ വേറെ ഏതോ ഒരു സന്ദിഗ്ധ അവസ്ഥയിലാണ് ഞാൻ അങ്ങോട്ട് ഓടി വരുന്നത്. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ എത്തേണ്ടതുണ്ട്. എനിക്കറിയാലോ കാര്യങ്ങൾ ഒക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കൊക്കക്കോള കുടിച്ചിട്ട് എങ്ങനെ ആത്മഹത്യ ചെയ്യാമെന്ന് പൊതുമണ്ഡലം ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിസരമുണ്ട്, നമുക്കറിയാലോ.
ഈ കുഞ്ഞുങ്ങളാ കാരണം 9 വയസ്സുള്ള ഒരു അതിഥി നിറ കുഞ്ഞുമോളെ രക്ഷപ്പെടുത്താൻ കോഴിക്കോട്ടുകാർക്ക് കഴിഞ്ഞിട്ടില്ല. തേക്കിന്റെ പട്ടി കൊണ്ട് അച്ഛനാണ് അടിച്ചു വന്നത്, ചൂടുവെള്ളം ഒഴിച്ച്. ഡോക്ടർ ഷെർലി വാസ്തവ ഈ കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് അവര് പൊട്ടിക്കരഞ്ഞു പോയി, ആ ഡോക്ടർ പൊട്ടിക്കരഞ്ഞു പോയി, ഫോറൻസിക് വിദഗ്ധ പൊട്ടിക്കരഞ്ഞു. കാരണം ആമാശയത്തില് ഒരാഴ്ച മുമ്പ് കഴിച്ച ഒരു മാങ്ങയുടെ അവശിഷ്ടം മാത്രമായി കുഞ്ഞിന്റെ ആമാശയത്തിന്റെ വയറ്റിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കുക, ഇത്ര ഭീകരമായിട്ടുള്ള കുടുംബ ജീവിതങ്ങൾ, സമൂഹ ജീവിതങ്ങൾ ഒക്കെ നടമാടുന്ന സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം കൂടി അങ്ങനെ ആയിത്തീർന്നാൽ എന്താവും എന്ന് നമ്മൾ ആലോചിച്ചു. പട്ടിക്കൂട്ടിൽ അടയ്ക്കേണ്ടതാണോ കുഞ്ഞുങ്ങളെ എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടാണ് കുഞ്ഞുങ്ങൾ എങ്ങനെ തന്നെയാണ് വളർത്തേണ്ടതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചർച്ചകളൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിക്കണം എന്നുള്ളതാണ്. ഇത് തന്നെയാണോ വിദ്യാഭ്യാസം? വിദ്യാഭ്യാസത്തിൽ കാതലായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണോ? ഈ പറയുന്ന രീതിയിൽ എന്താണ് ജനാധിപത്യപരമായി, മാനവികമായി, ഭാഷാ കേന്ദ്രിതമായി, പാരമ്പര്യ കേന്ദ്രിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിലേക്കല്ലേ, ഓർഗാനിക് വിദ്യാഭ്യാസത്തിലേക്കല്ലേ നമ്മൾ പിടഞ്ഞുണരേണ്ടത് എന്നുള്ള ഒരു ആലോചനയിലേക്ക് നിങ്ങൾ വരിക. അതുകൊണ്ട് ഒരു കൊക്കക്കോള കുടിച്ചിട്ട് എങ്ങനെ ആത്മഹത്യ ചെയ്യാമെന്ന് ഈ പരിസരം ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഒരു ഇളനീര് കുടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് സ്വാഭാവികമായിട്ടും ഊണിലും ഉറക്കത്തിലൊക്കെ ആലോചിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും എൻ്റെ കുറച്ചു നേരത്തേക്കുള്ള സംസാരം ഇവിടെ പ്രിയപ്പെട്ട അപർണ, അതുപോലെ തന്നെ നിങ്ങളെ യുവ സുഹൃത്തുക്കളായിട്ടുള്ള യൂണിയൻ ഭാരവാഹികൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ നമ്പ്യാർ സാർ, PTA ആളുകൾ, ഇവരുടെയൊക്കെ ഇവരോടൊക്കെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ പരിപാടി, കാരണം ഞാൻ വേറൊരു മാനസിക അവസ്ഥയിലായതുകൊണ്ടാണ് കുറച്ചുകൂടി നന്നായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ എത്തണം, വേറൊരു അതിവിടെ പറയാൻ പറ്റില്ല, വേറൊരു ഇതിലേക്ക് ഉൾപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നീട് എപ്പോഴെങ്കിലും, കാരണം നിങ്ങളെല്ലാം അധ്യാപകരാണ്, തീർച്ചയായിട്ടും ഏതെങ്കിലും സ്കൂളിൽ വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒക്കെ കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ യുവ മനസ്സുകളുടെ മുമ്പിൽ കുറച്ച് നേരം നിൽക്കാൻ കഴിഞ്ഞത് എല്ലാ ആളുകളും ആ അർത്ഥത്തിൽ ഹൃദയം കൊണ്ട് കൈകൊടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കവി സമൂഹത്തെ നയിക്കുന്നു. അധ്യാപകൻ തന്റെ വിദ്യാർത്ഥികളിലൂടെയും. കവിയും അധ്യാപകനും ഒരാളിൽ സമ്മേളിക്കുമ്പോൾ സമൂഹം മാറ്റത്തിന് വഴിമാറുന്നു. നന്ദി സാർ. സമൂഹത്തിലെ ആകുലതകളെയും ആതുരതകളെയും തുടച്ചു നീക്കാൻ യുവാക്കളും അധ്യാപകരും എന്ന നിലയിൽ ഞങ്ങളുടെ ചുമതലകളെ ഓർമ്മിപ്പിച്ചതിന്, മാതൃഭാഷയെ, അമ്മയെ നെഞ്ചോട് ചേർക്കാൻ ഓർമ്മപ്പെടുത്തിയതിന്, സൗന്ദര്യബോധമുള്ള സാമൂഹ്യ ചിന്തയുള്ള മനുഷ്യജീവികളായി മാറാൻ പ്രചോദിപ്പിച്ചതിന് നന്ദി. Now, let me welcome Jasira KK, General Secretary, College Union, to present the College Union report. ആദരണീയനായ പ്രിൻസിപ്പൽ ഡോക്ടർ CN ബാലകൃഷ്ണൻ നമ്പ്യാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെ ഏവരെയും ദേവകിയമ്മ മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ 14 ബാച്ച് പാഠ്യേതര വിഷയങ്ങളിലും ഇതര കലാ സാംസ്കാരിക മേഖലകളിലും കോളേജ് യൂണിയൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്ന സെക്രട്ടറിയുടെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടന്നുകൊള്ളട്ടെ. 2014 ജനുവരി 13 കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു. ജനുവരി 15 പ്രിൻസിപ്പൽ CN ബാലകൃഷ്ണൻ നമ്പ്യാർ സാറിന്റെ നേതൃത്വത്തിൽ കോളേജ് യൂണിയൻ ഭാരവാഹികളായി ചെയർമാൻ ജിനു ബലി, വൈസ് ചെയർപേഴ്സൺ ഷിജിത, ജനറൽ സെക്രട്ടറി ജസീറ KK, ജോയിന്റ് സെക്രട്ടറി വഫ A ലത്തീഫ്, ഫൈനാൻസ് സെക്രട്ടറി അർച്ചന നാരായണൻ, മാഗസിൻ എഡിറ്റർ സുജിത് നെല്ലേരി, ജനറൽ ക്യാപ്റ്റൻ രാജേഷ് എന്നിവർ സത്യവാചകം ചൊല്ലി സ്ഥാനാരോഹിതരായി. ജനുവരി 29 2013-14 വർഷത്തെ യൂണിയൻ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നു. വിബ്ജർ എന്നായിരുന്നു ഉദ്ഘാടന കർമ്മത്തിന്റെ പേര്. ആകാശവാണി അവതാരകൻ ബോബി C മാത്യു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഫൈൻ ആർട്സ് ഡേ ഉദ്ഘാടനം അതേ ദിവസം തന്നെ മുഹമ്മദ് പേരാമ്പ്ര നിർവഹിച്ചു. NNMHS പ്രധാന അധ്യാപിക ബിന്ദു SS വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ദളങ്ങൾ എന്ന മാഗസിൻ പ്രകാശനം ചെയ്തു. PTA പ്രസിഡന്റ് AV കൃഷ്ണൻ, അസിസ്റ്റന്റ് പ്രൊഫസർ KM പ്രമോദ് തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. സമൂഹം സ്കൂളിലേക്ക് എന്ന മഹത്തായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിച്ച ഉദ്ഘാടന കർമ്മം ശബ്ദം കൊണ്ട് ചിരപരിചിതനായ ബോബി C മാത്യുവിന്റെ എന്താണ് അധ്യാപനം, ആരാണ് ഒരു യഥാർത്ഥ അധ്യാപിക എന്ന് പഠിപ്പിച്ചു തരുന്ന ഹൃദ്യമായ പ്രഭാഷണവും ജീവിതം ഒരു കനൽ നടത്തമാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞ ശ്രീ മുഹമ്മദ് പേരാമ്പ്രയുടെ വാക്കുകളും കൊണ്ട് അനുഗ്രഹീതമായി. ജനുവരി 30-31 ദിവസങ്ങളിലായി ആനുവൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ കോച്ച് ശ്രീ ഹാരി ബെന്നി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റെഡ് എന്നീ 4 ടീമുകളിലായി DEd, BEd, MEd വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. ടീം യെല്ലോ 1ാം സ്ഥാനവും ടീം ബ്ലൂ 2ാം സ്ഥാനവും ടീം റെഡ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി.
ജനുവരി അവസാന വാരം ദേവകിയമ്മ മെമ്മോറിയൽ കോളേജിനെ പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥികൾ EMEA കോളേജിൽ നടന്ന സീസോൺ മത്സരത്തിൽ പങ്കെടുത്തു. അർച്ചന നാരായണൻ ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിൽ 3ാം സ്ഥാനവും, നിമിഷ തെങ്കുറിശി മലയാള കവിതാരചനയിൽ 1ാം സ്ഥാനവും, അർച്ചന ധന്യാകൃഷ്ണൻ ടീം ഇംഗ്ലീഷ് ഡിബേറ്റിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കി. തുടർന്ന് നടന്ന ഇന്റർസോൺ മത്സരത്തിൽ അർച്ചന നാരായണൻ ധന്യാകൃഷ്ണൻ ടീം ഇംഗ്ലീഷ് ഡിബേറ്റിൽ 2ാം സ്ഥാനം നേടി. ഫെബ്രുവരി 19, 20, 21 തീയതികളിലായി സോഷ്യലിറ്റ് 2014 കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പ് നടന്നു. 19 ബുധനാഴ്ച ക്യാമ്പ് ഗീതം ചൊല്ലി ആരംഭിച്ച ക്യാമ്പിൽ ആദ്യം NSS കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സന്തോഷ് വള്ളിക്കാടിന്റെ നേതൃത്വത്തിൽ നടന്ന ഗ്രൂപ്പ് ഡൈനാമിക്സ് ക്ലാസ് ആയിരുന്നു. മനീഷ കലാകായിക വേദിയുടെ നാട്ടുതാളം പരിപാടിയോടെ 1ാം ദിവസം സമാപിച്ചു. മിന്നാമിനിക്കൂട്ടം, കിങ്ങിണിക്കൂട്ടം, കളിക്കൂട്ടം, ചെങ്ങാതിക്കൂട്ടം എന്നീ 4 ടീമുകളിലായാണ് ക്യാമ്പ് നടന്നത്. 20 വ്യാഴാഴ്ച ദേവകിയമ്മയിലെ ഫിസിക്കൽ എഡ്യൂക്കേറ്റർ വിപിൻ സാറിന്റെ നേതൃത്വത്തിൽ സൂംബ എക്സസൈസ് നടന്നു. പിന്നീട് ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് മിസ്റ്റർ KVM അബ്ദുൽ ഗഫൂറിന്റെ ജേണി ടു മൂൺ, ഗവൺമെന്റ് HSS കുഴിമണ്ണയിലെ അധ്യാപകൻ മുഹമ്മദ് ബറൂസിന്റെ കാരിക്കേച്ചർ ഷോ, കാലിക്കറ്റ് പതഞ്ജലി യോഗ സെന്ററിന്റെ നേതൃത്വത്തിലുള്ള മെഡിറ്റേഷൻ ആൻഡ് മ്യൂസിക് യോഗ, വിദ്യാർത്ഥികളുടെ കൾച്ചറൽ പ്രോഗ്രാം എന്നിവ നടക്കുകയുണ്ടായി. 3ാം ദിവസം സംസ്ഥാന ദേശീയ അവാർഡ് ജേതാവും കാരന്തൂർ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ മിസ്റ്റർ നിയാസ് ചോളയിലിന്റെ പഠനം പാട്ടിലൂടെയും കളികളിലൂടെയും എന്ന വർക്ക്ഷോപ്പ് നടന്നു. തുടർന്ന് ക്യാമ്പസ് ക്ലീനിംഗ്, ക്യാമ്പ് ഇവാലുവേഷൻ എന്നിവ നടന്നു. ബെസ്റ്റ് ക്യാമ്പറായി അഫീഫ് അബ്ദുറഹ്മാനെയും ബെസ്റ്റ് ലീഡറായി ജിൻസിയെയും ബെസ്റ്റ് എന്റർടൈനറായി നജ്മുദ്ദീനെയും തെരഞ്ഞെടുത്തു. 3 ദിവസങ്ങളിലും പത്രനിർമ്മാണം നടന്നതിനാൽ മികച്ച പത്രത്തിനുള്ള സമ്മാനവും നൽകി. ഫെബ്രുവരി 24 സൈബർ ക്രൈമിനെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് നടന്നു. പോലീസ് ഓഫീസർ മിസ്റ്റർ അനീസ് ചാക്കോയായിരുന്നു ക്ലാസ് എടുത്തത്. മാർച്ച് 12 വിദ്യാഭ്യാസവും സംസ്കാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാറിൽ ഡോക്ടർ KN കുഞ്ഞഹമ്മദ് സംസാരിച്ചു. അധ്യാപകർ രാസത്വരകമായി വർത്തിക്കണമെന്നും മാനസികമായ അടിമത്തത്തിൽ നിന്ന് മോചിതരാവണമെന്നും ഔപചാരിക അറിവുകളാൽ അനൗപചാരിക അറിവുകൾ പുറത്താകരുതെന്നും ആഹ്വാനം ചെയ്ത സെമിനാർ സദസ്സിനെ പ്രകമ്പനം കൊള്ളിക്കുന്നതായിരുന്നു. സംശയ നിവാരണ സെഷൻ വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തി. മാർച്ച് 7 മഹിളാ ദിനം കൊണ്ടാടി. എഴുത്തുകാരി സുഹറ കൂട്ടായി മുഖ്യാതിഥിയായി. അക്ഷരലോകത്തിൽ നിന്ന് വന്ന സ്ത്രീ സാന്നിധ്യം പ്രസ്തുത പരിപാടിയെ തേജസ്വിറ്റതാക്കി. മാർച്ച് 26 ജലീൽ മാഷിന്റെ മഹനീയ സാന്നിധ്യത്തിൽ ഫൈൻ ആർട്സ് ക്ലബ് ഉദ്ഘാടനം നടന്നു. പാട്ടുകൾ ഏറ്റുചൊല്ലിയും കണക്കുകളിയിൽ ഏർപ്പെട്ടും മാഷിന്റെ കൂടെ വിദ്യാർത്ഥികൾ ചെലവഴിച്ചു. വായനയുടെ വിസ്മയ ലോകത്തിലേക്ക് കുട്ടികളെ എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും അതിന് ചില തന്ത്രങ്ങളും മാഷ് പങ്കുവെക്കുകയുണ്ടായി. മാർച്ച് 31 2012-13 ബാച്ച് വിദ്യാർത്ഥികളുടെ മാഗസിൻ പ്രകാശനം നടന്നു. പ്രൊഫസർ ഉമ്മർ തറമേൽ കർമ്മം നിർവഹിച്ചു. യൂണിയൻ നിസ്തുലമായ സഹകരണവും സഹായവും പ്രസ്തുത പരിപാടിക്ക് കാഴ്ചവെച്ചു. ജൂൺ 4 നേച്ചർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാഘോഷം നടന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തുടർന്ന് സംവാദം, പോസ്റ്റർ നിർമ്മാണം, കൊളാഷ് നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങൾ നടന്നു. 2 ദിവസത്തെ സൈലന്റ് വാലി സന്ദർശനവും നേച്ചർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. ജൂൺ 25 അയനം 2014 എന്ന് നാമകരണം ചെയ്ത ഫീൽഡ് ട്രിപ്പ് നടന്നു. സെന്റ് ആഞ്ചലോ ഫോർട്ട് കണ്ണൂർ, അറക്കൽ മ്യൂസിയം, മുഴപ്പിലങ്ങാട് ബീച്ച്, മാഹി ചർച്ച്, സർഗാലയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഇരിങ്ങൽ, കോളാവി പാലം ടേർട്ടിൽ ഹാച്ചറി, കാപ്പാട് ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചു. ജൂൺ 17 ശ്രീ AP അബ്ദുൽ വഹാബ് സാറിന്റെ നേതൃത്വത്തിൽ ആധുനിക വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ സിംപോസിയം നടന്നു. വിദ്യാർത്ഥികൾക്ക് അതൊരു നവ്യാനുഭവം തന്നെയായിരുന്നു. ജൂൺ 19 ലിറ്റററി ക്ലബിന്റെ മേൽനോട്ടത്തിൽ വായനാ ദിനം ആചരിച്ചു. വായനാ മത്സരം, ക്വിസ് മത്സരം തുടങ്ങിയ നടത്തുകയുണ്ടായി. ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകി. ജൂൺ 20 ഫിലിം ക്ലബിന്റെ നേതൃത്വത്തിൽ സിനിമാ പ്രദർശനം നടത്തി. ദൃശ്യവിസ്മയം തീർത്ത പ്രദർശനം പുതിയ കാഴ്ചാശീലങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു വിരുന്നു തന്നെയായിരുന്നു. ഓഗസ്റ്റ് 15 ദേവകിയമ്മ മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നു. പ്രിൻസിപ്പൽ പതാക ഉയർത്തി.
ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 5 വരെ നീണ്ടുനിന്ന ഡൽഹി യാത്രയാണ് കോളേജ് യൂണിയൻ ചരിത്രത്തിലെ നാഴികക്കല്ല്. ചൽത്തെ ചൽത്തെ എന്ന് നാമകരണം ചെയ്ത യാത്ര ഡൽഹി, ആഗ്ര, ജയ്പൂർ, ഫത്തേഹ്പൂർ സിക്രി തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചു. ഇന്ത്യൻ ചരിത്രം ഉറങ്ങുന്ന മണ്ണും സ്മൃതി മണ്ഡപങ്ങളും ഡാംടെക്കിലെ സഞ്ചാരികൾക്ക് എന്നും അനിതര സാധാരണമായ അനുഭവം തന്നെയായിരുന്നു. സെപ്റ്റംബർ 1 ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ TTI വിദ്യാർത്ഥികളെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സദ്ഗുണ അവാർഡ് നേടിയ അർച്ചന നാരായണനെയും അനുമോദിക്കാനായി മാനേജർ വിളിച്ചു ചേർത്ത ചടങ്ങിലേക്ക് യൂണിയൻ സഹായ ഹസ്തം നൽകി. തുടർന്നുണ്ടായ ഭക്ഷ്യവിരുന്നിലും യൂണിയൻ സേവന സന്നദ്ധരായി. ചടങ്ങിൽ മാനേജർ, പ്രിൻസിപ്പൽ, വിവിധ വിദ്യാർത്ഥി പ്രതിനിധികൾ സംസാരിച്ചു. സെപ്റ്റംബർ 3 അധ്യാപക ദിനാഘോഷം നടത്തി. ഗുരുദേവോ ഭവ എന്ന് നാമകരണം ചെയ്ത ചടങ്ങിൽ ഉദ്ഘാടനം ശ്രീ ശശിഭൂഷൺ നിർവഹിച്ചു. അദ്ദേഹം ദേശീയ അധ്യാപക അവാർഡ് ജേതാവാണ്. അധ്യാപകരിൽ ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങളും മൂല്യബോധത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഡോക്ടർ പ്രിൻസിപ്പൽ CN ബാലകൃഷ്ണൻ നമ്പ്യാർ സാർ അദ്ദേഹത്തിന് മൊമെന്റോ നൽകുകയും പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്യുകയുണ്ടായി. ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിലെ മികച്ച പ്രിൻസിപ്പാളിനുള്ള അവാർഡ് കരഗതമാക്കിയ നമ്മുടെ പ്രിൻസിപ്പളിന് D.Ed വിദ്യാർത്ഥിനി അമൃത മൊമെന്റോ നൽകി പൊന്നാട അണിച്ച് ആദരിക്കുകയുണ്ടായി. തുടർന്ന് കോളേജിലെ എല്ലാ അധ്യാപകർക്കും വിവിധ വിദ്യാർത്ഥികൾ മൊമെന്റോ നൽകി. ധനലക്ഷ്മി, സുബിഷ, നസീഖ്, ഹരികൃഷ്ണൻ, രഞ്ജുലക്ഷ്മി തുടങ്ങിയവർ വിദ്യാലയ അനുഭവങ്ങൾ അതേ ദിവസം പങ്കുവെക്കുകയുണ്ടായി. സെപ്റ്റംബർ 4 2014 ഓണാഘോഷ പരിപാടികൾ കൊണ്ടാടി. ഹർഷാരവങ്ങളും വിഭവസമൃദ്ധമായ സദ്യയും ആഘോഷത്തിന്റെ പൊലിമ കൂട്ടി. പൂക്കള മത്സരം, തീറ്റ മത്സരം, സുന്ദരിക്ക് പൊട്ടുകുത്തൽ, നാണയം കഴിച്ചെടുക്കൽ തുടങ്ങിയ വിവിധ ഇനം മത്സരങ്ങൾ നിറഞ്ഞ പരിപാടിക്ക് പ്രിൻസിപ്പൽ ആശംസകൾ നേർന്നു. മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം പ്രസ്തുത ദിവസം തന്നെ നൽകി. സെപ്റ്റംബർ 5 അധ്യാപക ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ദേവകിയമ്മയിലെ വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെമിനാർ ഹാളിൽ സംഘടിച്ച അവാർഡ് ചടങ്ങിൽ പങ്കുകൊണ്ടു. പ്രിൻസിപ്പൽ ഡോക്ടർ CN ബാലകൃഷ്ണൻ നമ്പ്യാർ അവാർഡ് ഏറ്റുവാങ്ങി. മികച്ച അധ്യാപക വിദ്യാർത്ഥിയെ തിരഞ്ഞെടുക്കാനുള്ള മത്സരത്തിൽ ദേവകിയമ്മയെ പ്രതിനിധീകരിച്ച് സോഷ്യൽ സയൻസിലെ ശ്യാമിനി പങ്കെടുത്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകുന്ന പ്രഥമ സദ്ഗുരു അവാർഡ് ദേവകിയമ്മയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ M ഗീതാഞ്ജലി ടീച്ചർ കരസ്ഥമാക്കി. സെപ്റ്റംബർ 23 ബാംസുരി 2014 എന്ന പേരിൽ ഫൈൻ ആർട്സ് സെക്രട്ടറി അർച്ചന നാരായണന്റെ നേതൃത്വത്തിൽ ഫൈൻ ആർട്സ് ക്ലബ് സെലിബ്രേഷൻ നടന്നു. പ്രിൻസിപ്പൽ തുടക്കം കുറിച്ച പരിപാടിയിൽ തിരുവാതിര, കഥക്, കേരള നടനം, കുമ്മാട്ടി എന്നീ 4 ടീമുകൾ മാറ്റുരച്ചു. തിരുവാതിര, കുമ്മാട്ടി ടീം 1ാം സ്ഥാനം പങ്കുവച്ചു. കഥക്, കേരള നടനം ടീമുകൾ യഥാക്രമം 2, 3 സ്ഥാനങ്ങൾ നേടി. കലാനൈപുണ്യവും നാട്യമികവും കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഇന്ന് ഈ വേദിയിൽ വെച്ച് നടക്കുന്നതാണ്. നവംബർ 10 അതായത് ഇന്ന് നമ്മുടെ കോളേജ് ഡേ ആഘോഷത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കയ്യൊപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചടങ്ങിൽ സൗന്ദര്യബോധത്തെക്കുറിച്ചും കൗണ്ടർ ഐഡിയോളജിയെക്കുറിച്ചും മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വളരെ ചിന്തോദ്ദീപകമായ ഒരു പ്രസംഗം കാഴ്ചവെച്ച സോമൻ കടലൂർ സാർ കാഴ്ചവെക്കുകയുണ്ടായി. തുടർന്ന് ജീവസുറ്റ യൂണിയന്റെ പ്രവർത്തനങ്ങൾ ഇതോടുകൂടി അവസാനിക്കുന്നില്ല. ജീവസുറ്റ പ്രവർത്തനങ്ങൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ ഭാരത് ക്യാമ്പയിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും നവംബർ 14 വെള്ളിയാഴ്ച കോളേജിന്റെ പരിസര പ്രദേശങ്ങളും ഹോമിയോ ഡിസ്പെൻസറി, ആയുർവേദ ആശുപത്രി എന്നീ പരിസരങ്ങൾ വൃത്തിയാക്കാൻ സന്നദ്ധരായിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. യൂണിയന്റെ പ്രവർത്തനത്തിലെ അവിഭാജ്യ ഘടകമായ കോളേജ് മാഗസിന്റെ പ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. ഈ വർഷത്തെ യൂണിയൻ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയ പ്രിൻസിപ്പൽ ഡോക്ടർ CN ബാലകൃഷ്ണൻ നമ്പ്യാർ, സ്റ്റാഫ് അഡ്വൈസർ, മറ്റ് അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എന്നിവർക്കെല്ലാം യൂണിയന്റെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. Now we are distributing some of our Fine Arts Day celebration certificates. So to do away the honors, let me welcome the Assistant Manager of DAMTech, Sri Suresh sir. Sir, can you please join us on stage to distribute the Fine Arts Day certificates? And to receive the certificates, let me call Shahida K. She got first place in Mono Act.